ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിലൊരു സുന്ദരി മാലാഖ കുഞ്ഞുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മാലാഖ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വലിയ ആഘോഷം ഒന്നും നടത്തുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലൊക്കെ വലിയൊരു ആഘോഷത്തിലേക്കാണ് നമ്മളിപ്പോൾ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ബേബിച്ച് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം മിന്നൂട്ടി പറഞ്ഞു, മമ്മി ഞാനല്ലേ ചേച്ചി, ഞാൻ ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മിന്നൂട്ടി ഇട്ട് കൊടുക്കാൻ നോക്കി. പക്ഷേ മിന്നൂട്ടി തോറ്റു പിന്മാറിക്കഴിഞ്ഞു. പിന്നെ ഞാനായിരുന്നു കേട്ടോ. എനിക്കും അങ്ങനെ ബേബിച്ചിന് ഉടുപ്പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അമ്മാമ്മ വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുവിധം അമ്മാമ്മ ഉടുപ്പൊക്കെ ഇടിയിച്ചു കേട്ടോ. മിന്നൂട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇടിക്കാത്തതിന് ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഡേസി അമ്മാമ്മയും കുക്കു അമ്മയും അമ്മച്ചിയും ഞാനും മിന്നൂട്ടിയും ബേബിച്ചിയും എല്ലാവരും റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. സുരേഷ് ഏട്ടനെ വെയിറ്റ് ചെയ്തു തന്നു. പക്ഷെ സുരേഷ് ഏട്ടനെ കണ്ടില്ല. പെട്ടെന്ന് കിട്ടിയ ഓട്ടോയിൽ നമ്മൾ നേരെ പോയി. നമ്മളിപ്പോൾ ചെല്ലുന്നത് ആലുവ ചുണങ്ങവേലിലുള്ള SD കോൺവെന്റിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഇത്തവണ ബേബിച്ചിയുടെ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം എന്തുകൊണ്ടും അത് നല്ലൊരു ചോയ്സായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നിട്ടോ. നല്ലൊരു ഭയങ്കര വൈബാണ് അവിടെ ചെന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. 12 മണിക്കാണ് ഞങ്ങളവിടെ എത്താമെന്ന് പറഞ്ഞു തന്നെ. ഞങ്ങളതിൽ ലേറ്റ് ആവാൻ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. സിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ സത്യം പറയാമല്ലോ, വേറെ ഒരു ലോകം ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞാനും ശില്പയൊക്കെ ഈ കോൺവെൻറ്റ് സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിച്ചത്. ഇത് ഈ കോൺവെൻറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ ഓൾഡ് ഏജ് ഹോം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടുന്ന് പിന്നെ നേരെ പോയത് അപ്പന്മാരുടെ അടുത്തും അമ്മമാരുടെ അടുത്തും കുറച്ചൊരു വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്കൊരു സന്തോഷമാവട്ടെ, നമുക്കൊരു സന്തോഷമാവട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് അവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. മിന്നൂട്ടി എല്ലാവർക്കും നിരത്തിപ്പിടിച്ച് സ്തുതിയൊക്കെ കൊടുത്തിട്ടോ. മിന്നൂട്ടിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായിരുന്നു, കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് പോയിട്ടോ. നമ്മൾ പിന്നെ നേരെ മദറിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് നേരം മദറിനോട് വർത്താനമൊക്കെ പറഞ്ഞിട്ടോ. അവിടെ കിടക്കുന്ന അപ്പന്മാരും അമ്മമാരൊക്കെ ഉണ്ട്. കിടപ്പ് രോഗികളായിട്ടുള്ള അപ്പന്മാരും അമ്മമാരും അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അവരെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ചിലർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ച് അപ്പന്മാരൊക്കെ വന്ന് ബേബിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കളിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ബേബിച്ചിങ്ങനെ കുറച്ച് നേരം നോക്കും, പിന്നെ അവരെയും കളിപ്പിച്ചങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ പോയിട്ട്. അവിടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് സിസ്റ്റർ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ. എനിക്കും ബേബിച്ചിക്കും അമ്മച്ചിക്കും നമുക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഹോളിൽ ഇങ്ങനെ നിൽക്കണം. ബേബിച്ചി ഇത്തിരി കുറുമ്പൊക്കെ കാണിച്ചോട്ടോ, നല്ല രീതി. അങ്ങനെ നല്ല വിജയകരമായിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ബേബിച്ച് കറി കൂടി ഓടി നടക്കണമെന്നുണ്ടായിരുന്നു. നമ്മളിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവരെല്ലാവരോടും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. മിന്നൂട്ടിയുടെയും കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ബേബിച്ചിയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഒരുപാട് സന്തോഷത്തോടും ഒത്തിരി ബ്ലെസ്സിങ്സോടും കൂടിയിട്ടാണ് നമ്മൾ ആഘോഷിച്ചു തന്നെ. മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഒരുപാട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ